എന്തോ കഴിച്ചമ്മ? ഒന്നും കഴിച്ചില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിവൃത്തിയില്ലാതെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ കിടന്ന് മയങ്ങി കിടക്കുമ്പോൾ ഇനി ഒരിക്കലും കേട്ടോ വിശന്നിരിക്കാനുള്ള കാര്യം ഉണ്ടാവത്തില്ല. അത് നമ്മൾ ഉറപ്പ് വന്നിട്ട് പോവാ. നമ്മുടെ നാട്ടിൽ സാറടക്കം ഞങ്ങൾ ഉറപ്പ് വന്നിട്ട് പോവാ കേട്ടോ. സന്തോഷമായോ? അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളെ കൊണ്ട് അറിയിച്ചാൽ മതി കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടിലും ആ മുഖത്തെ ചിരിയും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തോട് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അവരുടെ ചിരി എന്ന് പറയുന്നത്. അമ്മയുടെ വീഡിയോ ഒക്കെ വില്ലേജ് മീഡിയയിൽ വന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് കാര്യം. ആണോ പട്ടി കൊണ്ടുവന്നേ? ആരാ കൊണ്ടുവന്നേ? അത് ശരി. ഞങ്ങൾ വയനാടൊക്കെ പോയിട്ട് വരുന്ന വഴിയാ. അപ്പൊ ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം മനുഷ്യയുടെ ഫേസ്ബുക്കിൽ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ അപ്പൊ പറഞ്ഞോട്ടെ സാറ് പറഞ്ഞു അതിനെന്താ പിന്നെ നമുക്ക് പോവാം, കൊണ്ടുവന്ന് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നത്. അപ്പൊ ഇത് ബോംബെയിൽ നിന്ന് വരുവാണ് സാറ്. ഫ്ലഡ്ജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി അസോസിയേഷൻ ഇതുണ്ട് കേട്ടോപ്പേ. ഞാൻ ബോംബെ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വയനാട്ടിലായിരുന്നു. 2 ദിവസം വയനാട്ടിലോട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇവിടെ വന്നതാണ്. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക. 1 മാസത്തേക്കുള്ള റേഷൻ കാര്യങ്ങളൊക്കെ ഫ്ലഡ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത് എന്നാണ് നമ്മുടെ ഒരാഗ്രഹം. എന്തായാലും ഇനി ഒരിക്കലും നമ്മൾ അതിനൊരു സാഹചര്യം ഉണ്ടാക്കത്തില്ല സാറേ. എല്ലാ മാസവും 10-ാം തീയതിക്കകത്ത് അവർക്ക് 1 മാസത്തേക്കുള്ള റേഷൻ ഫ്ലഡ് ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കും. ശരിക്കും പറഞ്ഞാൽ വില്ലേജ് മീഡിയ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും അധികം വിഷമം വരും. നമുക്ക് ഇതിലുള്ള സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പം എന്തായാലും എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ആരും അറിയപ്പെടാതെ പോകുന്ന ആളുകളെ മറ്റുള്ള മുന്നിലേക്ക് എത്തുക. ചെയ്യുന്നവർ ചെയ്യട്ടെ. അതായത് നമുക്ക് ഇപ്പൊ എല്ലാവരും ഒന്നും ഇപ്പൊ നമ്മൾ വീഡിയോ ഇട്ട് കണ്ടു പറഞ്ഞാൽ എല്ലാവരും സഹായം ചെയ്യുന്നില്ല. ചെയ്യാൻ ആർക്കൊക്കെയാണോ താല്പര്യം അവർ മുന്നോട്ട് വരെ ചെയ്യും. എന്തായാലും ഇതുപോലെ തന്നെ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ ഇവർക്ക് ഇത്ര ഉള്ളിൽ കിടക്കുന്ന ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരികയും കാണിക്കുകയും ചെയ്യുന്നത് വളരെയധികം നന്ദിയുണ്ട്. ഈ ഒരു ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്തതിൽ ഇനിയും മുന്നോട്ട് ഇതുപോലുള്ള വീഡിയോകൾ അല്ലേ സാറേ ചെയ്ത് അറിയാതെ പോയവരെയൊക്കെ അറിയിക്കുക. അപ്പൊ നമ്മളെല്ലാവരും പറ്റുന്ന രീതിയിൽ ഓരോരോ സഹായങ്ങളുണ്ട്. ഇനിയും വരത്തില്ല സാറേ? 100%. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് ഇപ്പൊ ഈ ലൊക്കേഷനിൽ നിന്ന് ഇപ്പം പത്തനംതിട്ട ഞങ്ങളുടെ വീട് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 75-80 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടതുകൊണ്ടും അവരുടെ എഫർട്ട് കണ്ടുകൊണ്ടും മാത്രമാണ് നമ്മൾ ഓർഗനൈസേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും പ്രൊസീജർ പറഞ്ഞു ഡു വാട്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരു പെർമിഷൻ തരികയും അപ്പോൾ തന്നെ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യും, മഴമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഇവിടെ പറയാനാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ നമുക്കൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെയൊക്കെ പ്രദേശത്തുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളവരൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പം നമ്മൾ വന്നിട്ട് അവിടെ ഇപ്പം വീഡിയോ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ എല്ലാവരും പറയും പ്രഹസനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും അല്ല. എന്നുവെച്ചാൽ നമ്മളിത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെയുള്ളവരൊക്കെ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരെ പറഞ്ഞു തരിക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് അവിടെ എത്തിച്ചു കൊടുത്തിരിക്കും. അച്ഛന് നമ്മളെ അങ്ങ് കാണാൻ പറ്റുന്നില്ലേലും അച്ഛന്റെ ഹൃദയം കൊണ്ടല്ലേ. കാരണം അച്ഛൻ മുഴുവൻ പട്ടിണിയിൽ കിടന്നപ്പോഴാണ് നിങ്ങൾ ഈ വലിയൊരു സഹായം അച്ഛൻ എത്തിച്ചു കൊടുത്തത്. ഒരിക്കലും മറക്കാനൊക്കത്തില്ല. കാരണം നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഈ കാഴ്ചയില്ലാത്ത ഈ അച്ഛനും ചെവി കേൾക്കാത്ത ഈ അമ്മയ്ക്കും ഒരു നേരത്തെ അന്നം കൊടുത്തത്. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങൾ ചെയ്യുക. ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്തിരിക്കും. ഫ്ലഡ് ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും മുമ്പിൽ തന്നെയാണ്. ഞങ്ങളൊട്ടും ആരെയും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളാക്കുവാൻ ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യും. കാരണം കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ആദ്യമേ പറയും ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങളനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറ്. ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ്. അതിൻ്റെ കാരണം വില്ലേജ് മീഡിയയുടെ പ്രേക്ഷകർ തന്നെയാണ്. ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. വാളകം പൊലിക്കോട് കരിപ്പോട്ടിക്കോണം എന്ന സ്ഥലത്തുള്ള കാഴ്ചയില്ലാത്ത അച്ഛൻ്റെയും ചെവി കേൾക്കാൻ പറ്റാത്ത അമ്മയുടെയും ദുരിതസ്ഥിതി നമ്മൾ പലതവണ വില്ലേജ് മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് സുമനസ്സുകൾ അവരെ നേരിട്ട് കാണാനും സഹായഹസ്തങ്ങളുമായി എത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്ലഡ്ജ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി സംഘടന വയനാട് ദുരന്ത മേഖലയിൽ സഹായവുമായി പോയി തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ കാണാനിടയായി. അപ്പോൾ തന്നെ വില്ലേജ് മീഡിയയെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് അന്വേഷിക്കുകയും ചെയ്തു. പ്ലഡ്ജ് ഫൗണ്ടേഷനിലെ അംഗങ്ങൾ നേരിട്ട് അച്ഛനമ്മമാരെ കാണുകയും അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ നൽകുകയും ഇനിയുള്ള മാസങ്ങളിലും പ്ലഡ്ജ് ഫൗണ്ടേഷൻ അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാമെന്നും അച്ഛനമ്മമാരോട് പറയുകയുണ്ടായി. ഈ പാവം അച്ഛനമ്മമാരുടെ സന്തോഷത്തിൽ മുംബൈ പ്ലഡ്ജ് ഫൗണ്ടേഷനോട് ഈ അവസരത്തിൽ വില്ലേജ് മീഡിയ നന്ദി അറിയിക്കുന്നു.